A rectangular block of height h, length L and depth d is rigidly fixed at the bottom. അതായത് ലെങ്ത് ബൈ ഡെപ്ത് എന്നുള്ള ഫേസിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. When the tangential force P acts at the top face of the block parallel to the length L, linear deformation at the top is delta L. What will be the shear strain of the block? നമുക്ക് ഈ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലോക്ക് ഇരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് ബൈ ഡി ഫേസ് ആണ് ഫിക്സ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് വരുന്നത് എച്ച് ആണ്. ഈ ലെങ്ത് ഫേസിന് പാരലൽ ആയിട്ടാണ് ടോപ്പ് സർഫസിൽ ഈ ലാറ്ററൽ ലോഡ് പി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഇതിനൊരു ഡിഫ്ലക്ഷൻ ഡെൽറ്റ എൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷിയർ സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ? ഷിയർ സ്ട്രെയിൻ ഇസ് ഡിഫൈൻഡ് ആസ് എ മെഷർ ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ an object experiences when subjected to a tangential force. നമ്മൾ ഇക്വേഷൻ വൈസ് എഴുതാൻ നേരം എത്രത്തോളം ഡീഫോർമേഷൻ ഉണ്ടായോ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് നമ്മൾ ഇടുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതായത് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡീഫോർമേഷൻ ഉണ്ടാവുന്നു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്നത്. ഇറ്റ് ഈസ് എ ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ റേഷ്യോ ഓഫ് ലീനിയർ ഡീഫോർമേഷൻ ഡെൽറ്റ എൽ. ഈ കേസിൽ ഡെൽറ്റ എൽ ആണ് ഇവിടുത്തെ ലീനിയർ ഡീഫോർമേഷൻ. പാരലൽ ടു ദ ഫോഴ്സ് to the original dimension perpendicular to the force application. ഇപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എച്ച് ആണ് നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ വരാൻ പോകുന്നത് അതായത് ഷിയർ സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എച്ച്. ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്.